കെട്ടിടം മുതൽ കുടിൽ വരെ കല്ലിലും മണ്ണിലും തീർത്ത ഒരുപാട് വീടുകൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും മരത്തിൽ തീർത്ത ഒരു ഇരുനില വീട് കണ്ടിട്ടുണ്ടോ? നാം കാണാൻ വേണ്ടി പോകുന്ന മനോഹരമായ മരവീടിൻ്റെ ശില്പിയായ നൂർ മുഹമ്മദിക്ക ഇക്ക തന്നെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാണാം വീടിൻ്റെ കാഴ്ചകൾ, വായിക്കാം. ഈ കാലത്ത് എല്ലാ ആളുകളും കോൺക്രീറ്റ് കൊണ്ട് വീടുകൾ വെക്കുമ്പോൾ ഒരു മരം കൊണ്ടുള്ള വീട് എന്നൊരു ആശയം തോന്നാനുണ്ടായ ഒരു സാഹചര്യം എന്താ? അതായത് പ്രകൃതിൻ്റെ നിലനിൽപ്പിന് എല്ലാവരും പറയൽ എന്താണ്, പിന്നെ മരം വെട്ടരുത്, മരത്തിൻ്റെ ഉപയോഗം കുറക്കാന്ന്. അതല്ല ശരി. അതായത് നമുക്ക് മനുഷ്യന് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റുന്ന വസ്തുക്കളാണ് നമ്മൾ വീട് വെക്കാൻ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കേണ്ടത്. അത് നമുക്ക് അതിൽ ഏറ്റവും പെട്ടെന്ന് വളരുന്നൊരു മരമാണ് പിന്നെ മുള ഉപയോഗിക്കുക. അപ്പോൾ അതേപോലെ മറ്റുള്ള പെട്ടെന്ന് വളരുന്ന മരങ്ങളും അതാണെങ്കിൽ നമുക്ക് പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം പരമാവധി കുറക്കാൻ കഴിയും. വിഭവ ചൂഷണങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങളെയും കാരണങ്ങൾ. അതെല്ലാവരും മനസ്സിലാക്കിയതാണ്. ഇനിയും അതിലേക്ക് പോകുന്നതിന് പകരം ഇങ്ങനൊന്ന് മാറി ചിന്തിക്കുക, അത്രേ ഉള്ളൂ. ശരിക്കും മരം കൊണ്ടുള്ളൊരു വീട് വയ്ക്കാം എന്നൊരു ആശയം പറഞ്ഞപ്പോൾ എതിർപ്പുണ്ടായിരുന്നോ? ഇല്ല, എതിർപ്പുകളൊന്നുമില്ല. അതെങ്ങനെയെന്നുള്ളൊരു കാഴ്ചപ്പാട് ശരിക്കും വല്ലാതെ ആരോടൊന്നും പറഞ്ഞില്ല. ഞാൻ പണി തുടങ്ങി അത് സ്റ്റീലിൻ്റെ സ്ട്രക്ചർ ചെയ്തിട്ട് അതിന്മേൽ പിന്നെ ഫിറ്റ് ചെയ്താണ്. അപ്പോൾ ആരും എതിർപ്പുകളൊന്നും പറഞ്ഞില്ല. പിന്നെ ചിലർ ഒരു സംശയത്തോടു കൂടി വീക്ഷിച്ചെന്ന് മാത്രം. നടക്കുമോ? അത് മാത്രമല്ല, ഇപ്പം തന്നെ നമുക്കറിയാം കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് പോലും ഡ്യൂറബിലിറ്റി കുറഞ്ഞിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മരത്തിനൊരു ഡ്യൂറബിലിറ്റി ഉണ്ടാകും എന്ന് ഇക്കായ്ക്ക് തോന്നാനുണ്ടായ ഒരു സാഹചര്യം എന്താ? മരം ഇത്തരം വീടുകൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അതായത് മരത്തിന്റെ ഒരു സംസ്കരണം എന്ന് പറഞ്ഞാൽ മരം ശരിക്കും വെട്ടുന്ന സമയം നമ്മൾ നോക്കണം. കാരണം ഏത് മരമാണെങ്കിലും കറുത്ത വാവിനോട് അടുപ്പിച്ചിട്ടുള്ള കറുത്ത വക്കത്തിൽ എന്ന് പറയും, ആ സമയത്തിൽ വെട്ടിവിട്ട് ഒരു സീസണിങ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്കരണം. അത് പരമ്പരാഗതമായിട്ട് ചെയ്തു വന്നതെന്നുള്ളത് വെള്ളത്തിലിടുക, അങ്ങനെ അല്ലെങ്കിൽ വെയിലും മഴയും കൊള്ളിച്ച് ഒരു വർഷത്തോളം അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും അതിന്റെ എല്ലാ കേടുകളും തീരും. ഞാൻ ചെയ്തത് അതാണ്. വെട്ടിയിട്ട് ഒരു വർഷത്തോളം ഏകദേശം അവിടെ ഇട്ട്, അപ്പോൾ ഇതിന്റെ വെട്ടി കൊണ്ട് ഞാൻ എൻ്റെ വേറെയുള്ള പണികളൊക്കെ തുടങ്ങി. അതിനുശേഷം ഇതിന്റെ മേൽക്കൂര ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് പിന്നെ ഇട്ടതിന് ശേഷമാണ് ആ മരം മില്ലിൽ നിന്ന് പോയി എടുത്തുകൊണ്ടുപോയിട്ട് അതുവരെ അവിടെ മരം വെട്ടി അവിടെ കിടന്നു. അതിന്റെ പണി തുടങ്ങുന്ന കാലത്തെ മരം, അതിന്റെ മുന്നേ തന്നെ മരം വെട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് അത് കീർന്നുകൊണ്ട് നേരെ പണി തുടങ്ങിയത്. ശരിക്കും ഏതൊക്കെ മരം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്? ഇതിൽ കൂടുതൽ മാഞ്ചിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ തേക്കുണ്ട്, പിന്നെ മുള. ഈ മരങ്ങളൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ വെച്ചുണ്ടാക്കിയ മരം തന്നെ, നട്ടു വളർത്തിയ മരങ്ങളാണ് അല്ലേ? എത്ര വയസ്സിൽ ഫസ്റ്റ് മരം നട്ടു? ആദ്യത്തെ മരം ഇങ്ങനെ ഞാൻ ചെറുതാകണ മുതലേ ഉണ്ട്. അത് കറക്റ്റ് പ്രായമൊന്നും എനിക്ക് ഓർമ്മയില്ല. ചെറുതാകണ മുതൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രവർത്തികളാണ്. അപ്പാൻ്റെ അപ്പയൊക്കെ ആ ഒരു ഇതിൽ വന്നതാണ്. അപ്പോൾ ആ ഒരു ശീലത്തിൽ നമ്മൾ എപ്പോഴും മരം നടുക എന്നുള്ളൊരു ഉണ്ട്. ഇതിപ്പം ഇക്ക തന്നെയാണ് ഇതിന്റെ ഫർണിച്ചറുകളൊക്കെ ഒക്കെ തന്നെ ഇവിടുന്ന് വെട്ടിയെടുത്ത മുള തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മുള തന്നെ ഫർണിച്ചറിന് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടുതലല്ല, ഫുള്ളായിട്ടും മുള മാത്രമാണ്. ആ തൂണ് അത് പിന്നെ ഇതിനകത്ത് GI പൈപ്പ് ഉണ്ട്. മുള തന്നെയാണ് ഇത്. ആനമുള എന്ന് പറയുന്ന ഏറ്റവും വണ്ണം കൂടിയ വിഭാഗത്തിൽപ്പെട്ട ഒരു മുളയാണ്. ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണോ? ഇവിടെ ഉള്ള തന്നെയാണ്. ഞാൻ നട്ടുപിടിപ്പിച്ച മുള തന്നെയാണ്. ഇതിന്റെ ഉള്ളിൽ GI പൈപ്പ് ഉണ്ട്. GI പൈപ്പ് ഇതാണ് സ്ട്രക്ചർ. പിന്നെ ഇതോ നമ്മുടെ ഈ അരപ്രൈസ്, ഇത് പിന്നെ ഒരു അടിയിലൊരു കോൺക്രീറ്റ് ഇതുണ്ട്, അതിന്റെ മേലെ കവറിങ് ചെയ്താണ്. കവറിങ് ഉണ്ട്. ഈ ഒരു മരവീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് പിന്നെ പലരും പല മാതിരിയാണ്. അത് എനിക്ക് വളരെ ഒരു ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നിയിട്ടുള്ളത്, നല്ല സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഇതിന് ജനലിന് പകരമൊക്കെ നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. GI നെറ്റാണ്. കാരണം കാറ്റ് അത്
ജനലില്ല. പിന്നെ അപ്പോൾ ശരിക്കും എയർ പാസിങ് ഉണ്ടാവും. അത് ശരിക്ക് നമ്മളൊരു പുറത്ത് നിൽക്കണ അതേ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. ചൂട് പറയും. അതായത് ഇനിയിപ്പോൾ മനുഷ്യൻ നമ്മൾ നേരിടാൻ പോണ ഏറ്റവും വലിയ ഒരു വിപത്ത് അതും കൂടിയാണ് ചൂട്. അതെ, അതൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ അനുസരിച്ച് ജീവിക്കുക. അതല്ലാതെ ഇപ്പോൾ കറണ്ട് എല്ലാ സാധനങ്ങൾക്കും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്, ക്ഷാമം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽക്കൊക്കെ യോജിച്ചായിട്ടുള്ളൊരു മാതൃക എന്നുള്ള എനിക്ക് ചെയ്താണ്. അത്രേ ഉള്ളൂ. ജീവിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു അല്ലേ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കണം എന്നുള്ളത്? ആ, ചെറുപ്പത്തിലുണ്ട്. അങ്ങനെ വീട് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. വേറൊരു കാഴ്ചപ്പാട് കൂടി തന്നെ കാണും. ഇതുണ്ടോ മരം കൊണ്ടുള്ള ഒരു ഗംഭീര, മുള കൊണ്ടുള്ള ഒരു ഗംഭീര സെറ്റ് അല്ലേ? മുള കൊണ്ടുള്ള ഗംഭീര സെറ്റാണ് ഇക്ക പണിതിരിക്കുന്നത്. ഇക്ക ഇത് എത്ര ദിവസം എടുത്തു പണിയാൻ വേണ്ടിയിട്ട്, എങ്ങനെ ഒരു സെറ്റ് പണിയാൻ വേണ്ടിയിട്ട്? ഒഴിവുള്ള സമയത്തുണ്ട് ഇങ്ങനെ ഉണ്ടാക്കണ. ഇല്ല, ഒരാഴ്ച കൊണ്ട് തീരും. പക്ഷെ ഞാൻ ഒരാഴ്ച ഇല്ല, 4-5 ദിവസം കൊണ്ട് തീരും. പക്ഷെ ഞാൻ എന്റെ ഒഴിവിനനുസരിച്ച് ചെയ്യുള്ളൂ. സമയം കിട്ടുന്ന അങ്ങനെ ചെയ്ത് തീർക്കും. ഇതിപ്പോ എത്ര മുള ചെലവായിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്? ഇത് ആനമുള തന്നെയല്ലേ? ആനമുള തന്നെ. അവർക്ക് ഇല്ല, ഒരു മുള തന്നെ ഇപ്പൊ 4 മുളന്റെ കട ഭാഗങ്ങളുണ്ട്. രണ്ടാമത്തെ മുറിയുണ്ട്. എത്ര വെയിറ്റ് വേണേലും അല്ല, വെയിറ്റ് ഒക്കെ ഇതാവും. അതെ അല്ലേ? മറ്റേ ഈ നല്ല എന്താ പറയുന്ന നിലാവുള്ള രാത്രികളിൽ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാറുണ്ടോ? അതിന് അവിടെ അങ്ങനെ ഒന്നുമില്ല, പുറത്തിറങ്ങും. പിന്നെ ഇതിനകത്തും അങ്ങനെ തന്നെ ഒരു പുറത്തെടുക്കണ പ്രതീതി. അതേ ഇത് ഫീൽ തന്നെയാണല്ലേ? ശരിക്കും ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കാറ്റും വെട്ടവും എല്ലാം കയറി ഇറങ്ങി നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിൽ പോയിരിക്കുന്ന പ്രതീതി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നെറ്റാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ വേറെ നമുക്ക് മറവീടുകൾ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ മറവീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ഫിനിഷ് ചെയ്തിട്ടില്ല. അതൊരു ഫിനിഷിങ് കൊടുക്കാതെയാണ് ചെയ്തത്. ഇത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്താ? ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഒന്നാമത് പല മെച്ചങ്ങളുണ്ട്. കാരണം അത് അതിന്റെ പിന്നെ കാതൽ അടക്കം ഉള്ള കുറച്ച് ഭാഗമാണ് ഇത് എടുത്തിട്ടുള്ളത്. അത് ഒരു 4 ഇഞ്ച് കനം എങ്ങനെ ആയാലും ഉണ്ട്. 4 ഇഞ്ച് കനം ഉണ്ട്. അത് പിന്നെ ഉള്ളിൽ GI പൈപ്പിന്റെ ദിമ്മിൽക്ക് അവിടുന്ന് ഉള്ളിൽ സ്ക്രൂ ചെയ്തതാണ്. നല്ല സ്ട്രോങ് ആണ്. പിന്നെ അത്യാവശ്യം വെയിറ്റ് താങ്ങുന്നല്ല, അതും വെയിറ്റ് ഉള്ള സാധനം തന്നെയാണ്. അപ്പൊ ഇതിന് പിന്നെ എനിക്ക് ഇതാണ് ഇഷ്ടം. അത് ആ ഒരു നാച്ചുറൽ ഇത്, ആ ഒരു എന്താ പറയാ, തീർച്ചയായിട്ടും അതിന് പ്രത്യേക ഒരു സൗന്ദര്യം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നതിന്. ഇപ്പൊ ഇതാണെങ്കിലും ഇപ്പൊ ഞാൻ വന്ന പാടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, സാധാരണ കാർ പോർച്ചുകൾ, നമ്മുടെ വീടിന്റെ കാർ പോർച്ചുകളൊക്കെ മിക്കവാറും റൂഫ് ചെയ്തതാണ്. ഇതുകൊണ്ടോ? അതെ, റൂഫിന്റെ മേലെ താഴെ ഒരു മുള കൊണ്ട് ചെയ്തതിന് മാത്രം. മുള കൊണ്ട് ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. മുള കൊണ്ടൊരു സീലിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ? ഓക്കെ. പിന്നെ ഇതുണ്ടോ ഈ കസേരയുടെ ഒരു പ്രത്യേകത എന്താ? ഇത് സാധാരണ ചാരി കസേരയിൽ വ്യത്യസ്തമായിട്ട് മുള കൊണ്ട് നിർമ്മിച്ചിട്ടാണ്. ശരിക്കും ഇതിൽ ഇരിക്കാനൊരു സുഖമാണ്. ശരിക്കും പറയുന്നവർക്ക് ഇങ്ങനെ നടുവ് നിവർത്തി അല്ലേ? നടുവ് നിവർത്തി സുഖകരമായിരിക്കാം. ശരിക്കും ഈ പ്രകൃതിയിൽ നിന്നുള്ള മരങ്ങളും മുളകളും ഒക്കെ നമ്മുടെ പല രോഗങ്ങൾക്കും മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ? ഉണ്ട്, ഉപയോഗിക്കുന്ന പറയാം. മുളന്ന് മാത്രമല്ല, പിന്നെ മരങ്ങള് ഇപ്പം കാഞ്ഞിരം, പിന്നെ മറ്റേ എന്താണ് വേപ്പ്, ആര്യവേപ്പ്, അങ്ങനെയുള്ള പല മരങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കട്ടിലിന്റെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല ഇതിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. തീർച്ചയായും ഇതൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് നടത്താത്ത സാധനമാണ്. പിന്നെ സമയം നോക്കി വെട്ടുക, അതാണ് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും. ശരിക്കും ഇങ്ങനെ ഒരു വീട് പണിയാൻ വേണ്ടി എത്ര കാലം എടുത്തു? പിന്നെ ഞാൻ ഇതില് താമസം തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. 4 വർഷത്തോളമായി. 4 വർഷം ആവാനായി. അത് പണി തുടങ്ങിയിട്ട് കൂടുതൽ ടൈം ഒന്നുമില്ല, ഒരു 8-9 മാസം കൊണ്ട് ഏകദേശം ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. 9 മാസം കൊണ്ട് തീർന്നു. പക്ഷെ ഈ മരം വളരാനുള്ള കാലം കൂടി നമ്മളതിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 10-20 വർഷത്തെ മുറിക്കാൻ പാകമായി വരാനുള്ള ഒരു സമയം 10-20 വർഷം മുകളിൽ എടുക്കും ശരിക്കും പറഞ്ഞാല്. പിന്നെ ഇത് കണ്ടോ ഈ ഡോർ ശരിക്കും പറഞ്ഞ ഇത് കണ്ടോ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് എത്തില്ലല്ലോ, ഇത് തേക്കാണ്. വെറുതെ ഒരു രസത്തിന് നമ്മള് വലിയൊരു വീട് വെക്കുമ്പോ അതിൻ്റെ ചേർന്നൊരു വീട്, ഒരു ഡോർ എന്നുള്ള നിലക്ക് ചെയ്തതാണ്. നമ്മൾ സാധാരണ വീട് പണിയുമ്പോൾ കൊത്തുപണി കൊണ്ട് അലങ്കരിക്കും. പക്ഷെ ഇത് കണ്ടോ
ഇതൊരു മരം അതുപോലെ തന്നെ എടുത്തിട്ട് മരത്തിന്റെ പീസ് എടുത്തിട്ട് ഇത് ഉണ്ടാക്കി ഇങ്ങനെ ഡിസൈൻ, ഇത് ചുമ്മാ ഒരു ഡിസൈൻ കൊടുത്തതാണ്? അതെ അതെ അതെ, ഇക്കന്നെ ചെയ്തതാണ്? അല്ല, ഇത് ഞാൻ ചെയ്യിച്ചതാണ്. ശരിക്ക് കാണിച്ചു കൊടുത്ത് അവര് അതിനനുസരിച്ച്. കട്ടളയും പ്യൂർ തേക്ക് തന്നെയാണ്, തേക്ക് തന്നെ അച്ചൽക്ക് എടുത്ത് വെച്ചാണ് കുടിക്കാണ്ട് വെച്ചെന്ന് മാത്രം. തേക്കിന്റെ ആ ഒരു ഇതുണ്ടോ, അതൊന്നും കളഞ്ഞു, മുഴ പോലും ഭംഗിയാവുന്ന രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് ഇത് ചെയ്തുണ്ടോ, എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇത് എത്ര ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു. സംഭവം അത് പിന്നെ ഈ ആനമുളയിൽ ഉണ്ടാക്കുന്ന, അതായത് ചെടി ഇതൊക്കെ വെക്കാൻ വേണ്ടി ഇപ്പൊ ഇൻഡോർ പ്ലാന്റിന്റെ ഒരു കാലം അതാണല്ലോ. അപ്പൊ അതിനകത്ത് വേണമെങ്കിൽ കപ്പിലോ ഇതിലൊക്കെ ആയിട്ട് ചെടി വെക്കാൻ വേണ്ടിയിട്ട് അതിലിപ്പോ ഒന്നുമില്ല, അതെ അതെ, അതിന് വേണ്ടി ചെയ്തതാണ്. ഇങ്ങനെ രണ്ട് തട്ടായിട്ടുള്ള നമുക്ക് ചെടികൾ വെക്കാം, അടി ലൈറ്റ് കൊടുക്കാം. അല്ല, അതിപ്പോ ഇങ്ങനെ പിന്നെ ലൈറ്റിന്റെ സാധനങ്ങളൊക്കെ വേറെ ഉണ്ട് ഇങ്ങനെ, അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബാംബു ഫെസ്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ കൊണ്ടുപോകലുണ്ട്, സ്റ്റാളൊക്കെ ഉണ്ടാവലുണ്ട്. ഈ ചെറുപ്പത്തിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വർക്ക് എക്സ്പീരിയൻസ് പരിപാടിയൊക്കെ പോയിട്ടൊന്നുമില്ല. പോയിട്ടില്ല. കൊണ്ടിലോട്ട് പോകാം പിന്നെ അല്ലേ? ഇവിടെ 2 സെറ്റുകൾ. ഇത് ജഗ് ഉണ്ടല്ലോ? അല്ല, അതേ പറഞ്ഞ എല്ലാ സാധനവും ചെയ്യലുണ്ട്. ജഗ് തന്നെയാണ് മുളന്റെ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ വെള്ളം കുടിക്കുന്ന ഒരു ജഗ്ഗാണ്. നൂർ മുഹമ്മദ് സ്വന്തം കൈകൾ കൊണ്ട് തയ്യാറാക്കിയതാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ വരാൻ വേണ്ടി? അല്ല, ഇത് ഒക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണല്ലോ. ജഗ്ഗുകൾ പല, പിന്നെ നമ്മളനുസരിച്ചുള്ള ഒരു മോഡലിൽ വ്യത്യാസം ഉണ്ടാവും. ഗ്ലാസും ഒക്കെ എല്ലാ ചിരട്ടയിലെല്ലാം ഒരുവിധം എല്ലാ മാധ്യമങ്ങളും ഉപയോഗിക്കലുണ്ട് ചെയ്യാൻ. ചിരട്ട ഒക്കെ ഉപയോഗിക്കലുണ്ട്. കപ്പ്, ജഗ്, 2 ചിരട്ട. ഒരു ചിരട്ടന്റെ എത്ര സമയം എടുക്കും ഉണ്ടാക്കിയെടുക്കണല്ലേ? അതൊക്കെ ഒഴിവ് കിട്ടുന്നതിനനുസരിക്കും പൂർത്തിയാക്കണ പരിപാടി സമയം പറഞ്ഞാൽ വല്ല ലോക്ക്ഡൌണും ആയിരത്തൊക്കെ വരുമ്പോ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കും, പ്രയോജനപ്പെടുത്തും. അല്ലെങ്കിൽ വേറെ പണി ഇതൊന്നുമില്ല, അത് കപ്പില് പേപ്പർ വെച്ചാണ് ഇതൊക്കെ കപ്പുകൾ. ഇത് പിന്നെ ഈ ബ്രൈഡലിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ ഇവിടെ ഫോട്ടോഗ്രാഫി പാർക്കില്, അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് അത് ഈ മുട്ടായി ഇതൊക്കെ വെക്കാൻ, ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള വേറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ മുട്ടായി അങ്ങനെയുള്ള പല സാധനങ്ങളൊക്കെ ഓരോ ഒരു ഇതാണല്ലോ. അപ്പൊ ഒരു നാച്ചുറൽ ഇത് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അങ്ങനെ കുറച്ച് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുള തന്നെയാണ്, മുളന്റെ വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന്റെ ബാക്കിയുള്ള പാർട്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതും ശരിക്കും ഇത് മൊത്തം മുളയും കൊണ്ടുള്ളതാണ്. ഇപ്പൊ 1 2 3 അല്ലല്ലോ? പിന്നെ ഇങ്ങനത്തെ 3 പറയാം. പിന്നെ ഇങ്ങനെ പല സാധനങ്ങളും കുറെ ചേറും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി. അതേ പറയാം, ഒരു സമയത്ത് മതിയായ ഒരു സാക്ഷിയാണ് ഇത്. ഉണ്ടാവും ഇത്രയും വലിയൊരു സ്ട്രോങ് പീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലേ? അത് വെറുതെ വലിയൊരു തടിയെടുത്ത് കയറ്റിയല്ലേ, ഭംഗിയായി വെച്ചിരിക്കുന്നു. ശരിക്കും ഞാൻ തള്ളിയാല് എത്ര കിലോ കാണും മിനിമം? ഒരു തടിന്ത് എങ്ങനെയായാലും ഒരു 40-40 കിലോ. 40 കിലോ മുകളിലുണ്ടാവില്ല ഒരു പീസ്. ഞാൻ തള്ളിയാൽ നീങ്ങില്ല, അത്ര കൈയൊടിങ്ങിയ ഫുള്ള് തിക്നെസ് തന്നെയാണ്, സ്ട്രോങ് ആണ്, കാതലാണ് കംപ്ലീറ്റ് അല്ലേ? ഫുള്ള് പിന്നെ തിക്നെസ് ആയിട്ട് തന്നെയാണ്. അത് പുറത്ത് കവറിങ് അല്ല. ഒരു ഡോറിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് 4 ഡോറിനുള്ള മരമുണ്ട് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. 4 ശരിക്കുള്ള ഡോർ ഉണ്ടാക്കാനുള്ള മരമുണ്ട്. ഭിത്തി എല്ലാം കംപ്ലീറ്റ് മരമാണ്. സ്ക്വയർ ഫീറ്റ് 2700 മേലെ ഉണ്ട്. 2700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ശരിക്കും ഒരു കോൺക്രീറ്റ് കൂടി 2700 സ്ക്വയർ ഫീറ്റ് അത് വലിയ എമൗണ്ട് വരൂല്ലേ? ഒരു 10-45 ലക്ഷം. 40 നിൽക്കില്ലല്ലോ. ബാത്റൂമിന്റെ ഇത് അപ്പോൾ പിന്നെ അതിൽ നമ്മൾ പരീക്ഷണം കണ്ടാന്നുള്ള നിലക്ക്
അത് കല്ല് തന്നെ ആക്കിയത്. അത് ചെയ്യാം. അത് പിന്നെ മരത്തിൽ ചെയ്തിട്ട് പിന്നെ ഫൈബർ കോട്ടിങ് ചെയ്യാം. പിന്നെ ഫൈബറിന്റെ പല സാധനങ്ങളുണ്ട്. പക്ഷെ പിന്നെ ഭയങ്കര ചെലവ് വരും. അതൊക്കെ കാണണം. സുഖമായിട്ട് ചെയ്യാം. ഇത് പുറത്തേക്ക് കാണുമ്പോൾ മരത്തിൽ തന്നെ ചെയ്ത് ഉള്ളിൽ നമുക്ക് ഒരു ലീക്കും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയും. അത്ര ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. ഇത് മൊത്തം മരം തന്നെയാണല്ലേ? ആ മരം തന്നെയാണ് കംപ്ലീറ്റ്. ജനലില്ല, നമുക്ക് ജനലില്ല. എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതില് നെറ്റാകുമ്പോ ശരിക്കും നല്ല ഇതുമാണ്, സ്ട്രോങ് ആണ് സാധനം, സ്ട്രോങ് ആണ്. പിന്നെ അങ്ങനത്തെ ഇതൊന്നും നടക്കില്ല. ഇതിന്റെ ഈ സ്റ്റെപ്പുകൾ മറ്റേത് സ്റ്റീലിന്റെ സ്ട്രക്ചർ തന്നെ, GI പൈപ്പിന്റെ. ഇത് മറ്റേ മുളയാണോ? അല്ല, ഇത് മുളയല്ല, ഇത് പിന്നെ GI പൈപ്പ് ബലം മാത്രം. പ്രധാനപ്പെട്ട പ്രത്യേകത ഈ വീടിന്റെ എവിടെയും തറയിൽ എവിടെയും ടൈൽസ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് പിന്നെ കാർപ്പറ്റ് ഇട്ടതാണ്. ഇത് മുള തന്നെയാണ്. മുള പരത്തി ആനമുള എന്ന് പറയുന്ന മുള ഇതാക്കി എടുത്താണ്. ചുട്ടിന്റെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട്. നമ്മുടെ നൂർ മുഹമ്മദ് ഇക്ക തയ്യാറാക്കിയ, ഭാര്യയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ മനോഹരമായ അടുക്കള. ഇത് ചെയ്തിരിക്കും. ഇതെന്താ സംഭവം? ഇങ്ങനെ ചിമ്മിനിയാണോ ഇത്? ചിമ്മി വെറുതെ ഒരു പിന്നെ ചിമ്മിക്കൂട് കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നത്. 30 മരം മുറിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇപ്പൊ എങ്ങനെയാലും ഉണ്ടോ അതിൽ കൂടുതൽ എന്നല്ല കുറയാൻ തോന്നില്ല. താഴെയും 2 ബെഡ്റൂം മേലെയാണ് ഉള്ളത്. 2 ബെഡ്റൂം താഴെയും 2 ബെഡ്റൂം മുകളിൽ. ഒന്ന് പിന്നെ വിശാലമായിട്ട് കുറെ വലുതാക്കിയിട്ട് അവിടെ. അതെ അതെ അതെ, ഹോള് പോലെ. പിന്നെ നമ്മൾ ശരിക്ക് ബെഡ്റൂമിൽ തന്നെ നമുക്കൊരു 2 പേർക്ക് ഉള്ള ഒരു ഇതാണ് ഇത്. പിന്നെ ഇവിടെ നമുക്ക് വീട് എപ്പോഴും ഒരു വിശാലത തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹാള് വലുതായിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിനുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കൂടുതൽ ഇതിലായിരിക്കും സംസാരിക്കാനും എന്തായാലും. അപ്പൊ എല്ലാരും അപ്പൊ റൂമിൽ പോകണ പരിപാടി ഇല്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയാണ് ഒരു വലിയൊരു ഇതാക്കി ഇട്ടത്, അത്ര മാത്രം. പിന്നെ ഒരു ഇങ്ങനെ കുറെ മരം വെച്ചിട്ട് ഒരു ചെറുതുണ്ടാക്കണേന്നുള്ളത് കുറച്ച് വലിപ്പമുള്ളത്. ഞങ്ങൾ പിന്നെ വലിയൊരു ഫാമിലിയാണ്. 2 പേരുള്ളൂ. അല്ല, ഞങ്ങളെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ജ്യേഷ്ഠന്മാർ ഞങ്ങൾ 12 ആൾക്കാരുണ്ട്. 12 പേരുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കൂടാൻ അത്യാവശ്യം വലിപ്പമുള്ള വീട് തന്നെ വേണം. അപ്പോൾ ആ നിൽക്കൊക്കെ ചെയ്തതാണ്. വ്യത്യസ്തമായ വീടുകളെ പരിചയപ്പെടുത്തുന്ന സംസാരം മൈ ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ കാഴ്ചകൾക്കായി സംസാരം മൈ ഹോം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം. ബൈ.